ഹലോ ഗൈസ്, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്വാഗതം എന്നൊക്കെ ഇത് മറ്റേ വീഡിയോൻ്റെ ബാക്കിയാണ്. അപ്പം ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് കഥയാണ്. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഗുമസ്തയുണ്ട് ഗൈസ്. നമ്മൾ എരവാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും വലുതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മൾ ഡോർ തുറക്കുകയില്ല ഗൈസ്. ഞാൻ എൻ്റെ പൊന്നും മുത്തുമണി ടീമേ, എന്തൊരു മണം! നല്ല ചെടിയുടെ മണം. യോ യോ എൻ്റെ പൊന്നെ, പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല നല്ല അരോമ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, ആ സാധനം. ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് സ്റ്റോറി. ഞാൻ എന്തായാലും പറയാം. ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഐ ഷോ യു ഗൈസ്. ഇതുവരെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ ഈ കമ്പൊക്കെ എടുക്കണ്ടോ ടെൻറ്റണേ. ഈ ഫോട്ടോ നോക്കുക, പെർഫെക്റ്റായിട്ട് നമുക്ക് വൈഡിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നൊരു ഫോട്ടോ. ഈ സ്റ്റെപ്പ് കയറാം. ഞാൻ എവിടെ ചെന്നാലും ഒരു സ്റ്റെപ്പ് കാണുമല്ലോ ഗോയ്സ്. അവിടെ ഒരു ഗോയ്സ് ടീമേ, അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, പോണ്ടുണ്ട്, കുറേ മീനുകൾ അടുപ്പുണ്ട്. ഞാനിത് കാണിച്ചു തരാം വച്ചി. ഇത് കറങ്ങി കറങ്ങി എവിടെ പോകുന്നേ? ഇരുട്ടായി തുടങ്ങിയല്ലോ. ഇതൊക്കെ ചുറ്റി ചുറ്റി കിടക്കുന്ന കണ്ടോ, ഈ കമ്പിയുടെ ചുറ്റും സാധനം. വഴി ചെറുതായി ചെറുതായി പോകുന്നുണ്ടോ പോകുന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റത്തില്ല, കാരണം ഇതിലേക്ക് നല്ലൊരു വ്യൂ കാണും. ചുറ്റും കാണാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഫുള്ള് ചെടി പിടിച്ച് കിടക്കുക. ഓ നൈസ്, സെറ്റാണ് ഗൈസ്. എനിക്ക് ഐ ആം വെരി വെരി ഇംപ്രസ്ഡ്. ഗൈസ്, ഇതൊരു തകിടിൻ്റെ മുകളിലാണ് ഒരു പ്ലേറ്റ്. അപ്പോൾ അത് പെട്ടെന്ന് താഴ്ന്നിട്ട് പോയി ഗൈസ്. ഞാൻ ഇത്രയും പൊക്കത്ത് കയറി വന്നു. ഓ മൈ ഗോഡ്, ഇത്രയും പൊക്കം ഗൈസ്, കാണുന്നുണ്ടോ? ഒരു സമയത്ത് ഇടയ്ക്ക് പോകാൻ പറ്റും. ഇപ്പം മനസ്സിലായി രണ്ടുപേർക്കും പറ്റും. താഴെ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ ടീമേ, ഇപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട ഇതേ ഗൈസ്, ഈ മീനെ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാണിച്ചു തരാം. ഇത് വെള്ളത്തിലിട്ടിട്ട് കാണിച്ചു തരാം. അത് അവസാനമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം തുടങ്ങിയതില്ല കംപ്ലീറ്റ് ചെയ്യാതെ പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് കഥയിലോട്ട് പോകാം. അപ്പം ഗൈസ്, ഈ ഒരു ഗ്രീൻ ഹൗസിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതിന് സ്വന്തമായിട്ട് കഥയുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും, വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്ത് ആണ് ഞാൻ ഓരോന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ എന്ന് പറയുമ്പം ലൂണ എന്ന് പറയുന്നൊരു മരത്തിന്, ഒരു റെഡ്വുഡ് ട്രീയുടെ അമേരിക്ക നടന്നൊരു സ്റ്റോറി. 1997 നടന്നൊരു സ്റ്റോറിയാണ്. ഫേമസ് ആയിട്ട് അറിയുന്നത് ബട്ടർഫ്ലൈ എന്നാണ്. ജൂലി ബട്ടർഫ്ലൈ ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ സ്റ്റോറി എന്ന് പറയുമ്പം, പുള്ളിക്കാരി 238 ദിവസം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിരിയായിട്ട് തോന്നും. എനിക്കിപ്പോൾ ചെറിയായിട്ട് ചിരി വന്നു. മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ടിമ്പറിന് വേണ്ടി 1997 നടക്കുന്നത്. പെസിഫിക് ടിമ്പർ എന്ന് പറയുന്ന കമ്പനി ആ ഒരു കാലഘട്ടത്തിൽ ടിമ്പറിന് വേണ്ടി കാടുകളിൽ നിന്നും വലിയ വലിയ മരങ്ങൾ വെട്ടും, പഴയ മരങ്ങൾ വെട്ടും, പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് ക്ലീനാക്കുമെന്ന് ഉദ്ദേശിച്ച് ഫുള്ള് വെജിറ്റേഷൻ നശിപ്പിച്ചിട്ട് പിന്നെ പുതിയ പ്ലാന്റേഷൻ നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഏത് മരമാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ആ സമയത്ത് അത് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് അവർ ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ്. പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 1997 ഒരു ആക്ടിവിസ്റ്റായിട്ടുള്ള ജൂലി എന്ന് പറയുന്ന അവർ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അവരുടെ ഒരു ചെറിയൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുണ്ട്, 8 പേര് അടങ്ങുന്നത്. ലൂണ എന്ന് പറയുന്നൊരു മരം ഉണ്ടായിരുന്നു. അതിൽ ഒരു മരമാണ് ബട്ടർഫ്ലൈ തന്നെ പേരിട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ കേസിൽ അവരെ ബട്ടർഫ്ലൈ എന്ന് തന്നെ വിളിക്കാം. മരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ മുറിച്ചു തുടങ്ങി. ബട്ടർഫ്ലൈ ചെന്നിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറി. ഒരു 200 അടി പൊക്കമുള്ള മരമാണ്. ഈ മരത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങത്തില്ല. അവർ വെയിറ്റ് എന്ന് വെച്ചാൽ എത്ര നാളും മരത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ വെക്കുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവരുടെ ക്രൂ ഉണ്ടായിരുന്നു, 8 പേരടങ്ങുന്ന ക്രൂ. ഇവർ ഹെൽപ്പ് ചെയ്തിട്ട് ഇവരാ മരത്തിൽ തന്നെ നിന്നു. അങ്ങനെ അത് ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി.
2 വർഷമോ 3 വർഷം, ഏകദേശം 1997 ഡിസംബർ 10 തൊട്ട് 1999 ഡിസംബർ 18 വരെ ഈ ബട്ടർഫ്ലൈ മരത്തിൻ്റെ മുകളിൽ നിന്നു. അപ്പം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയാം, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അവരുടെ ഒരു ഫോട്ടോ. ഈ ഫോട്ടോയാണ്. ഞാൻ ഭയങ്കര ഇൻസ്പയർഡായി ഈ കണ്ടിട്ട്. അപ്പോൾ ഭയങ്കര ഡെഡിക്കേഷനും വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിനായാലും അതിന് നമ്മൾ കൊടുക്കുന്നൊരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിന് നമ്മളിപ്പോൾ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് തോന്നിപ്പോവും. റെസ്പെക്റ്റ് തോന്നിയിട്ടില്ലെങ്കിൽ ബ്രോ യു നീഡ് ഹെൽപ്പ്. അവർ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എൻ്റെ ലൈഫ് ഈ ലൈനിലാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ പ്രോജക്റ്റ് അവർ ക്യാൻസൽ ചെയ്യണം. അപ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വന്ന്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനീസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ എല്ലാം മുന്നോട്ട് വന്നിട്ട് ഈ മരവും ആ നിൽക്കുന്ന ഫോറസ്റ്റിനെ എല്ലാം ബഫർ സോൺ ആക്കിയിട്ട് മാറ്റി. അവിടെ ഇപ്പോഴും ലൂണ എന്ന് പറയുന്ന മരം, അതിൻ്റെ മരത്തിൻ്റെ പ്രായം ഞാൻ പറഞ്ഞില്ല, അവർ എസ്റ്റിമേറ്റ് ചെയ്ത് 1000 പക്ഷേ 1000-നും 1500 വർഷത്തിനും പഴക്കമുള്ളൊരു മരമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര മരങ്ങളും മുറിച്ച് കളയുന്നു, പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ള ചിപ്കോ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ ഹഗ് ദ ട്രീ അങ്ങനെ എന്തോ സംഭവങ്ങളില്ലേ, ചിപ്കോ മൂവ്മെൻറ്റ് വേറെ, അങ്ങനെ കുറേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പം എനിക്കിപ്പം പെട്ടെന്ന് തോന്നിയതാണ്. ഞാനിപ്പം ആ വഴി നടന്നു വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് 2-3 മാസം മുന്നേ ഒന്ന് വായിച്ചു അതിനെക്കുറിച്ച്. അപ്പം പിന്നെ ഞാൻ ഇന്നലെ ഒന്ന് ഗൂഗിൾ ചെയ്ത് പിന്നെ ഇന്നൊന്ന് നോക്കി. അപ്പം അങ്ങനെ പറയണമെന്ന് തോന്നി. ഭയങ്കര ആലോചിച്ച് നോക്കുക. അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് അവർ സാധിച്ചെടുത്തു. അപ്പം ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, അതിനൊക്കെ തന്നെയല്ലേ വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണം, പക്ഷേ എല്ലാം നടക്കണമെന്ന് കാര്യമില്ല. പക്ഷേ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ലൈഫ്. ഇതല്ലേ ആണല്ലോ. അപ്പോൾ അതാണ് സംഭവം. ഞാൻ അധികം സീരിയസ് ആയിട്ട് പോകുന്നില്ല. ഇനി ഞാൻ പുറത്ത് പോവാം. പിന്നെ ഗൈസ്, നിങ്ങൾ കാത്തിരുന്ന ആ അണ്ടർ വാട്ടർ വീഡിയോ ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. എന്തുമാത്രം എനിക്കിപ്പോൾ ഇത് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിഞ്ഞൂടാ. പിന്നെ വരാം. ഓക്കെ. അപ്പം ഗൈസ്, ഞാൻ വിചാരിക്കുന്നു സൗണ്ട് കേൾക്കാൻ പോകുന്നു. നാണ്ട ഗൈസ്, കുട്ടന്മാർ അവനെ കണ്ടോ? ഓ, അവൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് മുതുക്ക് മീൻ. അപ്പം ഇതുവരെ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് പോയിട്ട് നോക്കാം, എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, നമ്മൾ പുറത്തോട്ട് പോവാണ്. ചമ്മിയുണ്ടോ ഭഗവാൻ? നമുക്ക് ചോദിച്ചു നോക്കാം പുറത്തോട്ടുള്ള വഴി കേട്ടോ. മറ്റേ അമ്മച്ചേർ здравствуйте. выход где? Спасибо большое. Садись. എന്തൊരു നല്ല മനുഷ്യരാണ് ഗൈസ്. അങ്ങനെയല്ല, പൊതുവെ നല്ല മനുഷ്യരാണ്, പക്ഷേ ഒരുപാട് നല്ല മനുഷ്യരിവിടെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെ തോന്നുന്നു നല്ല കാമായിട്ടുള്ള ആൾക്കാർ. ഞാൻ അമ്മമ്മയുടെ വഴി ചോദിച്ചതാണ്, പുറത്തോട്ടുള്ള എക്സിറ്റ് ചോദിച്ചതാണ്. അമ്മച്ചേനെ കൊണ്ടാക്കി തന്നെ. അപ്പോൾ കാണാം ഗൈസ്. അയ്യോ, അങ്ങനെ ഒരുവിധം തിരിച്ചു വന്ന് ഗൈസ്. കുറേ വഴി തെറ്റി കേട്ടോ, കുറേ കിടന്ന് ചുറ്റി. ഇത്ര പെട്ടെന്ന് എത്തിയോ ഗൈസ്? നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂയിപ്പോയപ്പോഴും അതുപോലെയല്ലായിരുന്നു, കറക്റ്റ് ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. താങ്ക് യു ഗൈസ്. പിന്നെ കുറച്ച് എഫേർട്ട് ഇട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ പിന്നീട് വരാം. ബൈ. ഞാൻ വീട്ടിൽ പോവാണ്. ഇനി വേറെ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ. ശരി ഗൈസ്. How do you find living up here? Surviving up here.
And what this experience has really taught me is about how to not only survive, but how to thrive. Because I have learned how little thriving I did in my life. And in society as a whole, that's a generalization that fits, because we are attached because of our fears and because of our comfortability attachments, that we won't let go and just flow with whatever's happening and jump off a cliff and know that we'll have wings to fly. We stay attached and we do things that maybe in our heart and our spirits doesn't feel like we're thriving, and we're just existing. What is the greatest thing? I think, to tell you the truth, I think the greatest things are the struggles. I understand that all of us are governed by different values. It feels so good to be alive on this earth.